നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആബ്സല്യൂട്ട്ലി ലൈവ് ഡ്രാമ എന്ന് പറയണം. സമനിലയിൽ അവസാനിക്കും എന്ന് കരുതിയ കളി അവസാനത്തിൽ 2 ഗോളുകൾ കൂടി നേടി 4-2 തകർപ്പൻ വിജയത്തിലേക്ക് ആഴ്സണൽ കടന്നുപോയി. ലെസ്റ്റർ സിറ്റിയുമായിട്ടുള്ള മത്സരം 4-2 അവർ വിജയിക്കുമ്പോൾ ഗബ്രിയൽ മാർട്ടിനെല്ലി, ലിയാൻഡ്രോ ട്രോസാർഡ്, കായ് ഹവേർട്സ് എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. അതേസമയം അവരുടെ വിജയത്തിലേക്ക് കൊണ്ടുപോയ ആ മൂന്നാമത്തെ ഗോൾ വന്നത് NDDയുടെ ഓൺ ഗോളായിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സക്കയുടെ കോർണർ, അതിനെ തുടർന്ന് ട്രൊസാർഡാണ് പന്ത് വലയിലേക്ക് ലൂസ് ബോൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് NDDയുടെ ഭാഗത്ത് ഒരു ചെറിയ നിക്ക്, അങ്ങനെ അത് ഓൺ ഗോളായിട്ട് മാറി. സോ ട്രൊസാർഡിന്റെ ഗോളായിട്ട് അത് പരിഗണിച്ചിരുന്നെങ്കിൽ, സാക്കയുടെ അസിസ്റ്റ് ആണ് വരേണ്ടിയിരുന്ന, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ സാക്കക്ക് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഒരു പുത്തൻ റെക്കോർഡ് ഇടാൻ കഴിഞ്ഞേനെ. അതായത് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ 6 കളികളിലും അസിസ്റ്റ് സ്വന്തമാക്കുന്ന, ഒരു സീസണിലെ ആദ്യത്തെ 6 കളികളിലും അസിസ്റ്റ് സ്വന്തമാക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറിയേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊടുവിൽ ഓൺ ഗോളായിട്ടാണ് കുറിക്കപ്പെട്ടത്. എന്ത് തന്നെ ആയാലും തകർപ്പൻ വിജയം ഒടുവിൽ ആഴ്സണൽ സ്വന്തമാക്കി. ഇപ്പോൾ ഉള്ള പ്രീമിയർ ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ സിറ്റിക്കൊപ്പം നിൽക്കുകയാണ്. ഒപ്പത്തിനൊപ്പം പോയിന്റ് പട്ടികയിൽ അവർ നിൽക്കുന്നു. ഈ മത്സരത്തിൽ 20ാമത്തെ മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ ആഴ്സണൽ ലീഡ് എടുത്തതാണ്. പിന്നീട് ട്രൊസാർഡിന്റെ ഗോൾ ആദ്യ പകുതിയുടെ അവസാനത്ത് വരുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ മുന്നിൽ. പക്ഷേ രണ്ടാം പകുതിയിൽ ലെസ്റ്റർ തിരിച്ചടിച്ചു. അവർക്ക് വേണ്ടി ജെയിംസ് ജസ്റ്റിൻ 47, 63 മിനിറ്റുകളിൽ ഗോൾ അടിച്ചതോടെ മത്സരം 2-2 സമനില. 90 മിനിറ്റ് കഴിയുമ്പോഴും അതാണ് അവസ്ഥ. അത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓൺ ഗോൾ വരുന്നത് ട്രൊസാർഡിലൂടെ. പിന്നെ NDDയുടെ ദേഹത്ത് കൊണ്ട് പന്ത് വലയിലേക്ക്. മത്സരം 3-2 ആഴ്സണൽ ലീഡ്. അങ്ങനെ അവസാന ഘട്ടത്തിൽ ആ ഗോളിന് അവർ ജയിക്കുമെന്ന് തോന്നിച്ചു. പക്ഷെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് ഒടുവിൽ കായ് ഹവേർട്സ് കൂടി ഗോളടിച്ചപ്പോ 4-2 തകർപ്പൻ ജയം ആഴ്സണൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. 6 കളികളിൽ നിന്ന് 4 ജയം, 2 സമനില, 14 പോയിന്റ്. സിറ്റിക്കും അത് തന്നെയാ. സിറ്റിക്കൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ആഴ്സണൽ. ഇപ്പോൾ ഗോൾ ഡിഫറൻസിന്റെ ഒരു വ്യത്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നു സിറ്റി എന്ന് മാത്രം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.